ഇനി നോക്കിയേ, പാറ്റകൂടി വെച്ചാണ് എലി എല്ലാവർക്കും പേടിയാണേ കേട്ടോ. ഓക്കെ, ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ കാറുകൾ മൊത്തം മാറി ഞാൻ പറയില്ല. പക്ഷേ കിയയുടെ സിറോസ് വന്നപ്പോൾ അങ്ങനെ ഒരു കാർ കൂടി നമുക്ക് കിട്ടിയെന്ന് പറയാം. നിതമ്പം മാത്രമേ തണുപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ എന്താ കാണിക്കുന്നത്, 120 കിലോമീറ്റർ ഓടിക്കുന്ന റോഡിൽ 100 പോകുന്നു. വാട്ട് മാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്പീഡിൽ ഓടിക്കാവുന്ന ഹൈവേയിൽ നമുക്ക് ഇത് മുന്നിലേക്ക് മടങ്ങുമോ? ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ചെറിയ പ്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ്. അത് ഇന്ത്യയിൽ 7 കിയ മോഡലുകളുണ്ട്. അതിൽ 7ാമത്തെ എന്ന് വിളിക്കാവുന്ന വണ്ടിയാണ് കിയയുടെ ഈ ഒരു സിറോസ്. സൈറോസ് എന്ന് എഴുതിയിട്ട് സിറോസ് എന്ന് വായിക്കുന്ന വണ്ടി. ആ ഒരു വാക്ക് ഒരു ഗ്രീക്ക് ഐലൻഡിൻ്റെ പേരാണ്. അതിന് വലിയ അർത്ഥങ്ങളുണ്ട്. എന്തായാലും ചില വണ്ടികളോട് നമുക്ക് ആ ഒരു ആദ്യ കാഴ്ചയിൽ വലിയ ഇഷ്ടം തോന്നില്ല. ചില വണ്ടികളോട് ചിലപ്പോൾ ഒരു കൗതുകമൊക്കെ തോന്നാം. അതിന് അഴകളവുകളോ അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസൈൻ ലാംഗ്വേജോ അല്ലെങ്കിൽ സെക്സി ലുക്കൊന്നും വേണമെന്നില്ല. അങ്ങനെ എനിക്ക് ആദ്യ കാഴ്ചയിൽ തന്നെ അല്ലെങ്കിൽ ആദ്യം അതിനകത്ത് കയറി വന്നപ്പോൾ തന്നെ അല്ലെങ്കിൽ ആദ്യം വണ്ടി ചുറ്റി നടന്ന് കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയായിരുന്നു ഈ ഒരു സിറോസ് എന്നുള്ളതാണ്. ഇന്നത് വിശദമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ചാൻസാണ്. അപ്പോൾ എന്തായാലും ഇന്ന് നമ്മുടെ കൂടെ കിയയുടെ സിറോസ് ഉണ്ട്. വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എനിക്ക് തോന്നുന്നു പുതിയ ഒരു വാഹനത്തിൻ്റെ ട്രെൻഡ് എന്ന് പറയുന്ന ബാക്ക് സീറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഒരു വണ്ടിയിലുണ്ട്. അല്ലെങ്കിൽ ബാക്ക് സീറ്റിൻ്റെ കംഫർട്ടിൻ്റെ ഒരു കൂടുതൽ. അതിന് കാരണമൊക്കെ ഞാൻ പറയാം. പിന്നെ ഇതൊരു സബ് 4 മീറ്റർ വണ്ടി തന്നെയാണ്. അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതിന് 2 എഞ്ചിനും 3 ഗിയർ ബോക്സാണ്. അതായത് ഒരു ഡീസൽ, ഒരു പെട്രോളും 2 ഓട്ടോമാറ്റിക്കുകളും ഒരു മാനുവലും ഉണ്ട് എന്നുള്ളതാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് വന്നിട്ടില്ല. വില വരുമ്പോഴേ കുറച്ചുകൂടി ആകർഷകമാണോ അല്ലെങ്കിൽ പറയാൻ പറ്റില്ല. എന്നാലും സോണറ്റിന് മുകളിൽ സെൽറ്റോസിൻ്റെ അകത്ത് അങ്ങനെയാണ് എൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 11 ലക്ഷം രൂപയ്ക്കൊക്കെ 10-90 ആയിരിക്കും ഇതിൻ്റെ ഒരു ഷോറൂം എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെ അല്ലെങ്കിൽ എന്നെ കുറ്റം പറയുന്നത് എൻ്റെ ഒരു ഗസ് മാത്രമാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വണ്ടി ഒന്ന് ചുറ്റി നടന്ന് കാണിക്കാം. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വണ്ടി റോഡിലേക്ക് എടുത്ത് ഓടിക്കാം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി ഈ ഒരു വീഡിയോ കാണണമെന്നാണ്. കാരണം ഒരു പൂരപ്പറമ്പിൽ ആനയെ കണ്ട പോലെയാണ് ശരിക്കും നമ്മൾ ലോഞ്ചിന് കാറ് കാണുമ്പോൾ. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് ആളുകളുണ്ട്. ഇടിച്ച് കയറി കാണുന്നവർക്ക് വൃത്തിയായിട്ട് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ മാറി നിന്നവർക്കൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ മാറി അല്ലെങ്കിൽ കയറി നിന്ന് എടുത്താലും വണ്ടി മുഴുവൻ കിട്ടില്ല. വണ്ടിയുടെ ഒരു 4 പുറത്ത് മോഡലുകളോ ആളുകളോ അല്ലെങ്കിൽ ക്രൗഡോ ഒക്കെ കാണാം. തിക്കും തിരക്കിലും കിതച്ച് ഓടി പിടഞ്ഞ് എടുക്കുന്ന വീഡിയോസിന് അത്ര ആകർഷണം ഉണ്ടാവില്ല. പിന്നെ ആദ്യ കാഴ്ച എന്ന ആ ഒരു കണക്കിൽ ഒരു ന്യൂസ് ചാനലിൻ്റെ വാർത്ത എന്ന പോലെയൊക്കെ നമുക്ക് കൊടുക്കാമെന്നുള്ളൂ. ഇത് പക്ഷേ വിശദമായിട്ട് ഞാൻ സിറോസിൻ്റെ കാര്യങ്ങൾ പറയാൻ പോവാണ്. എല്ലാം പറയാം, വരും. കിയ ശരിക്കും റാഡിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു സിറോസിലൂടെ ചെയ്തതെന്ന് ഞാൻ പറയും. കാരണം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞത് നമ്മൾ അധിക വണ്ടികളിൽ കാണുന്ന ഒന്നല്ല. പലരും പറഞ്ഞു കേട്ടു വാഗണാർ പോലെ എന്നൊക്കെ. അത് ടോൾ ബോയ് എന്ന് ഇവർ തന്നെ പറയുന്നുണ്ടാ. ഇത് പക്ഷേ ടോൾ ബോയ് എന്നല്ല, ഇതൊരു SUV ആണ് എന്നുള്ളതാണ്. ഇതിൻ്റെ ആ ഒരു മുൻവശത്ത് നോക്കിയേ. ഈ ഒരു മുൻവശത്തിന് തനതായ കിയയുടെ രൂപമുണ്ടോ. ഇപ്പോൾ ടൈഗർ നോസ് ഗ്രില്ല് എന്നൊക്കെ പറയുന്നത് ഈ ടൈഗർ നോസുമായിട്ട് സാമ്യം തോന്നില്ല. ആ ഒരു വലിയ പീസ് എന്ന് പറയുന്നത് ഭംഗിയുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഉണ്ട് വണ്ടിക്ക്. പാർക്കിംഗ് സെൻസർ ഫ്രണ്ടിലും ബാക്കിലും ഉണ്ട്. പിന്നെ താഴെ സിൽവർ ഇൻസെറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഏഡാം കാണാൻ അതിനകത്തോടെ ഇൻ്റർകൂൾ കണ്ടോ, ടർബോ പെട്രോളാണ്. പിന്നെ ഈ കിയ എന്നുള്ളത് KN എന്നാണെന്ന് ഞാൻ പറഞ്ഞ് വീണ്ടും പറയുന്നില്ല. ബോണറ്റിൻ്റെ മുകളിലുള്ള കണക്ഷനൊക്കെ കണ്ടില്ലേ, ഒരു കട്ടിങ് എല്ലാം കണ്ടില്ലേ. ഇതെന്ന് പറയുന്നത് അണ്ടർ 4 മീറ്റർ ആയിട്ട് വണ്ടി വേണ്ടത് തന്നെ ചെറിയ ബോണറ്റാണ്, ഷോർട്ട് ബോണറ്റാണ് എന്നുള്ളതാണ്. വലിയ ഗ്ലാസ് ഏരിയ ഉണ്ട്. ഈ ഗ്ലാസ് ഏരിയയിൽ ക്യാമറ എന്ന് പറയുന്നത് അഡാസ് ലെവൽ 2 ഉള്ള വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാമറയാണ്. വൈപ്പേഴ്സൊക്കെ ഒതുക്കി അടക്കി വെച്ചിട്ടുണ്ട്. ഭംഗിയുണ്ട് കാണാനായിട്ട് എന്നുള്ളതാണ്. മുകളിൽ നോക്കിയാൽ ആ ഒരു റൂഫ് റെയിൽ സിൽവർ കളറിലാണ് കണ്ടോ. അത് ഫ്ലഷ് അല്ല, കുറച്ച് ഉയർന്നു നിൽക്കുന്ന രൂപത്തിലാണ്. എനിക്ക് കിയ സിറോസിൻ്റെ മുൻവശം തീർത്തും ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യണേ. സിറോസിൻ്റെ ഹെഡ് ലാമ്പ് നോക്കിയേ, അത് ഫെൻഡറിലേക്കും അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട് ബമ്പറിലേക്കും കയറി നിൽക്കുന്ന പോലെയാണ്. ഇത് എന്ന് പറയുന്നത് 3 പോഡായിട്ടുള്ള ആ ഒരു LED ഹെഡ് ലാമ്പാണ്. താഴെയുള്ള മോഡലുകൾക്ക് ഹലോജനൊക്കെയാണ് കാര്യങ്ങൾ വരിക. പക്ഷേ ഈ ഒരു അറ്റത്ത് കിടന്ന ഹെഡ് ലാമ്പ് തട്ടിയാൽ പൊട്ടുന്നു പലരും പറഞ്ഞു. എനിക്ക് തോന്നി ബ്ലാക്ക് കാര്യങ്ങളുണ്ടേ വലിയ പ്രശ്നം വരാൻ സാധ്യതയില്ല. എന്നാലും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്നുള്ളതാണ്. ഇതിൻ്റെ മുകളിൽ വലിയ എലമെൻറ്റുകളില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ക്ലീനാണ് ഈ ഒരു മുൻവശം എന്നുള്ളതാണ്. കണ്ടാൽ ഇലക്ട്രിക് പോലെയൊക്കെ തോന്നും. പക്ഷേ ഗുഡ് തിങ് ഈസ് ഇതിന് ഇലക്ട്രിക് ഇല്ല. ഈ വർഷം നമ്മൾ ചെയ്യുന്ന 2ാമത്തെ നോൺ ഇലക്ട്രിക് കാറാണിത്. ആദ്യം കൈലാക്ക്, പിന്നെ ഇത്. ഈ സിറോസിൻ്റെ സൈഡ് പ്രൊഫൈലാണ് തീർത്തും റാഡിക്കൽ എന്ന് കാണാം. ഇപ്പോൾ മിററിൻ്റെ മുകളിൽ നമുക്ക് ആ ഒരു ക്യാമറ ഉണ്ട്. ആ ഒരു A പില്ലർ കൊള്ളാം. ആ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് A പില്ലറാണ്. പക്ഷേ B പില്ലറിൻ്റെ ഡിസൈൻ നോക്കിയേ, സ്ലൈഡിങ് ഡോർ പോലെ തോന്നുന്ന ആ ഒരു പിന്നിലേക്കുള്ള ആ ഒരു ഭാഗമല്ലേ. പിന്നെ ചെറിയൊരു ഗ്ലാസ് ഉണ്ട്. ഈ ഗ്ലാസ് എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ടിംഗ് ഫീലുള്ള ഗ്ലാസ്സാണ്. പക്ഷേ അവിടെ പ്ലാസ്റ്റിക് പീസ് വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് ഫ്ലഷാണ്. ഇതിപ്പോൾ പുതിയ കാറില്ല, നമ്മൾ മഹീന്ദ്ര വണ്ടികളിൽ കണ്ട് നമുക്ക് പരിചയമായിട്ടുണ്ട്. ഈ വണ്ടിയുടെ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്ക് ഉണ്ട്. പക്ഷേ അത് എല്ലാ വേരിയൻറ്റും ഇല്ല. ചില വേരിയൻ്റാണ് ഡ്രം ബ്രേക്കാണ്. ഇത് 17 ഇഞ്ച് വീലുള്ള മോഡലാണ്. 15 വീൽ എന്ന് പറയുമ്പോൾ വലിയ വീലാണ്. 215, 55, 617 ആണ്. പക്ഷേ ഇതിൻ്റെ
താഴെയുള്ള മോഡലുകളിൽ 16ഉം 15ഉമാണ് എന്നുള്ളതാണ്. ഇവർ ഈ വണ്ടിക്ക് അഡാസ് ലെവൽ 2ൻ്റെ കൂടെ പറഞ്ഞ കാര്യം വശങ്ങളിലെ ഈ ഒരു പാർക്കിംഗ് സെൻസേഴ്സാണ്. ഇത് സെഗ്മെൻറ്റ് ഫസ്റ്റ് ആണെന്നാണ് പറയുന്നത്, വിച്ച് ഈസ് ഗുഡ്. പിന്നെ വശങ്ങളിലെ ക്ലാഡിംഗ് ഉണ്ടോ, ആ ക്ലാഡിങ്ങിൻ്റെ മുകളിൽ ആ ഒരു അലുമിനിയം ഇൻസെർട്ട് പോലുള്ള ആ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്, ഭംഗിയാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. മുന്നിലെ ആ ഒരു ചെറിയ കട്ടിങ് കണ്ടോ, അവിടെ ബാക്കിൽ പൊന്തി നിൽക്കുന്ന പോലുള്ള ആ ഒരു കട്ടിങ് കണ്ടോ. ഇത് രണ്ടും ഡിസൈൻ എലമെൻറ്റുകളായിട്ട് കാണാം. ഫ്യൂൽ ടാങ്ക് അല്ലെങ്കിൽ ഫ്യൂൽ ഫ്ലാപ്പ് എന്ന് പറയുന്നത് ഇടതുവശത്ത് തന്നെയാണ്. കട്ടിങ് കണ്ടോ, ഭംഗിയാണെന്ന് വെച്ചാൽ ഭംഗിയല്ല, കൗതുകമാണ് കൂടുതൽ. ഇതിൻ്റെ മുകളിലുള്ള എലമെൻറ്റുകളൊക്കെ റാഡിക്കൽ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. തീർത്തും ഭംഗിയുള്ള മികച്ച ഒരു വണ്ടിയാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ തീർത്തും യൂട്ടിലിറ്റേറിയനായിട്ടുള്ള തീർത്തും ആ ഒരു കൗതുകമുള്ള ഒരു വണ്ടിയാണ് കിയ സിറോസ് എന്നുള്ളതാണ്. എനിക്ക് ഈ വണ്ടി തീർത്തും ഇഷ്ടപ്പെട്ടു. ചെറിയൊരു ക്വാർട്ടർ ഗ്ലാസ് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, അത് ബ്ലൈൻഡ് സ്പോട്ട് ഒഴിവാക്കാൻ സഹായിക്കും എന്നുള്ളതാണ്. ഈ അലോയ് വീലിനെ ക്രിസ്റ്റൽ കട്ട് വീൽസ് എന്നാണ് കിയ വിളിക്കുന്നത്. ഈ ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? താഴെ കമൻറ്റ് ചെയ്യണേ. എനിക്കത് കൊള്ളാമെന്നാണ് തോന്നിയത്. പക്ഷേ അതിനൊരു ചെറിയ ഒരു സ്റ്റീൽ വീലിൻ്റെ ലുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഈ ബോണറ്റിൻ്റെ ഷെല്ലിൻ്റെ ഷേപ്പ് നോക്കിയാൽ അത് ഫ്ലഷ് ആണ്. അതിന് താഴെ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഉണ്ട്. ഓക്കെ, ഇത് ലുക്കിംഗ് ഗുഡാണ് എന്നുള്ളതാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ആ 2-3 പാർക്കിംഗ് സെൻസറിൻ്റെ ഇടയിൽ ആ ഒരു ടോഹുക്ക് ഓപ്പണിങ് ഒരു സോർ തമ്പായിട്ട് നിൽക്കുന്നുണ്ടോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും. ടെയിൽ ലാമ്പ് എന്ന് പറയുന്നത് 2-3 കഷ്ണമായിട്ടാണ്. മുകളിലൊരു കഷ്ണം, പിന്നെ താഴെ ഒരു കഷ്ണം, പിന്നെ റിവേഴ്സ് ലൈറ്റ് എന്ന നടുവിലെ കഷ്ണം കണ്ടോ, 3 കഷ്ണങ്ങളാണ്. ബമ്പറിനുമുണ്ട് പാർക്കിംഗ് സെൻസേഴ്സ്. പിന്നെ ബമ്പറിന് ഒരു അലുമിനിയം ഇൻസെർട്ട് ഉണ്ട്. മോണോട്ടോണൊന്നുമല്ല, പ്ലെയിൻ ആണ് ഈ ഒരു ഹാച്ച് അല്ലെങ്കിൽ ബൂട്ട് ഏരിയ എന്നുള്ളതാണ്. വൈപ്പർ ഉണ്ട്, ഡിഫോഗർ ഉണ്ട്, അതിന് മുകളിൽ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാം. ഒരു ഇൻബിൽറ്റ് സ്പോയിലർ കിയ സിറോസിന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നതാണ് ഫ്ലോട്ടിംഗ് റൂഫ് ആക്കാനുള്ള ഒരു ഗ്ലാസിനെ തടസ്സമായിട്ട് നിൽക്കുന്നത്. ആ ഒരു ബേസ് മോഡലും മറ്റുള്ള മോഡലുകൾക്കും LED ലൈറ്റ് ഈ ഷേപ്പ് അല്ല. പക്ഷേ ഇത്രയൊക്കെ LED ആണെങ്കിലും ആ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ബൾബ് തന്നെയാണ് എന്നുള്ളത് പറയണം. അത് LED അല്ല. ആ ഒരു വശങ്ങളിലെ ആ ഒരു ചെറിയ പാർക്കിംഗ് സെൻസർ ഇവിടെയും കാണാം കണ്ടോ. ഇതാണ് റിവേഴ്സ് ലൈറ്റ് സോ കോൾഡ്. ഇവിടെ ക്യാമറ ഉണ്ട്, ക്യാമറ ബമ്പറിലാണ്. മുകളിലായിട്ട് ഷാർക്ക് ഫിൻ തന്നെ കാണാം. പനോരമിക് സൺറൂഫാണ് ടോപ്പ് എൻഡ് മോഡലുകൾക്കൊക്കെ. HDK+ മുതൽ അങ്ങോട്ട്. അതിന് താഴെ സാധാ സൺറൂഫുള്ള മോഡലുണ്ട്. സോണറ്റിനേക്കാൾ വിടുത്തുണ്ട് ഈ ഒരു സിറോസിന്. 1805 മില്ലിമീറ്റർ വിടുത്തുള്ള ഒരു വണ്ടിയാണിത്. ഉള്ളിലെ സ്പേസ് കൂടാനെന്ന് പറഞ്ഞാൽ സൈഡ് പാനലൊക്കെ ഒത്തിരി പൊക്കി വെച്ച പോലെയൊക്കെ തോന്നില്ലേ, അതായത് ഒത്തിരി മുഴപ്പിച്ച പോലെയൊക്കെ തോന്നില്ലേ. അകത്ത് ഇത് ലെഗ് സ്പേസ് ആയിട്ട് പരിണമിച്ചിട്ടുണ്ടോ? നമുക്ക് അകത്ത് പറയാം. ഈ സിറോസിന് 2556 മില്ലിമീറ്റർ വീൽ ബേസുമുണ്ട്. 8 കളറുകളും 4 ഇന്റീരിയർ തീമുമുള്ള ഈ ഒരു കിയ സിറോസിന് 2 എഞ്ചിൻ ഓപ്ഷനാണ്. ഈ എഞ്ചിൻ കാണുമ്പോഴേ മനസ്സിലാവുണ്ടാവും ഇത് നമ്മുടെ ടർബോ GDI തന്നെയാണ്. ആ ഒരു 1 ലിറ്റർ ആണ്. 172 ന്യൂട്രൺ മീറ്റർ ടോർക്കുള്ള 120 PS പവറുള്ള ഈ ഒരു എഞ്ചിൻ്റെ കൂടെ 7 സ്പീഡ് DCTയും 6 സ്പീഡ് മാനുവലുമാണ്. കിയയിൽ ആദ്യമായിട്ടാണ് പെട്രോളിൽ 6 സ്പീഡ് മാനുവൽ വരുന്നത്. പിന്നെ 116 bhpയും 250 ന്യൂട്രൺ മീറ്ററുള്ള ഡീസൽ എഞ്ചിൻ കൂടി ഈ ഒരു കിയ സിറോസിനുണ്ട്. ഇനി നോക്കിയേ, പാറ്റകുളി വെച്ചാണ്. എലി എല്ലാവർക്കും പേടിയാണേ കേട്ടോ. കിയയ്ക്ക് വരെ പേടിയാണ് എലിനെ. ഈ ഒരു കൗളൊക്കെ കൊള്ളാട്ടോ, ഭംഗിയിട്ട് കാണാനായിട്ട്. നെറ്റും കാര്യങ്ങളൊക്കെ കൊള്ളാം. അതിൻ്റെ മുകളിലാണ് ആ ഗ്ലാസ് വാഷ് നോസിലൊക്കെ. പക്ഷേ ഈ ഒരു വണ്ടിക്ക് ബോണറ്റ് ഇൻസുലേഷൻ കണ്ടില്ല. NVH കണ്ടത് വണ്ടി ഓടിക്കുമ്പോൾ പറയാം. ഇതാണ് കിയ സിറോസിൻ്റെ കീ. ഈ ഒരു കീക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഫോക്സ് വാഗണിൽ പണ്ടുണ്ടായിരുന്നതും ഇന്ന് അവർ എടുത്തു കളഞ്ഞിട്ടുമായിട്ടൊരു കാര്യം ഇവർ ഈ ഒരു വണ്ടിക്കകത്ത് കൊടുക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് 4 വിൻഡോയുടെ ഗ്ലാസ്സുകളും ഈ ഒരു റിമോട്ട് വെച്ച് തുറക്കാനും അതുപോലെ റിമോട്ട് വെച്ച് പൊക്കാനും പറ്റുമെന്നുള്ളതാണ്. ആ കാര്യം എന്ന് പറയുന്നത് കിയ കണക്ട് ആപ്പിൻ്റെ ഭാഗമായിട്ട് കാണാം. കാരണം കിയ കണക്ട് 2.0 എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്ലാസ് തുറക്കുന്നതും അതുപോലെ OTA-യും അതുപോലെ ECU വരെ ആ ഒരു കൺട്രോൾ ചെയ്യാവുന്നതും എറർ കണ്ട ഓട്ടോമാറ്റിക്കലി അത് അവർ ഡയഗ്നോസ് ചെയ്യുന്നതും എല്ലാം അതിൽ പെടും. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഗ്ലാസ് തുറക്കുന്ന കാര്യം കൂടി കാണാമെന്നുള്ളതാണ്. കിയ സിറോസിന് 2550 മില്ലിമീറ്ററോളം വീൽ ബേസ് ഉണ്ട്. ആ ഒരു വീൽ ബേസ് നമുക്കിവിടെ വൃത്തിയായിട്ട് കാണാം. ലെഗ് റൂം എന്ന് പറയുന്നത് പിന്നിൽ 970 മുതൽ 1045 മില്ലിമീറ്റർ വരെ മാറ്റി കളിക്കാന്നുള്ളത്. അതൊരു കാരണമുണ്ട്, ഞാൻ കാണിക്കാം. 390 മുതൽ 425 ലിറ്റർ വരെ ബൂട്ട് സ്പേസ് കൊണ്ടുവരേ. ഈ സ്റ്റിക്കർ എന്തിനോട് ചെയ്യണം നിങ്ങൾക്ക് അറിയോ? പറയൂ. ഇത് മുന്നിലേക്ക് മടങ്ങുമോ? മടങ്ങൂല, അല്ലെങ്കിൽ മടങ്ങാൻ ബുദ്ധിമുട്ടാണേ. അപ്പോൾ ബൈക്ക് തട്ടിയ പൊട്ടാനുള്ള സാധ്യത കൂടുതലാണ്. സെഗ്മെൻറ്റ് ഫസ്റ്റ് എന്നോ മറ്റു വണ്ടികൾ കാണാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറയാവുന്ന ചില കാര്യങ്ങൾ ഈ വണ്ടിയിലുണ്ട്. ഈ പിൻസീറ്റിൽ കിയ സിറോസിൻ്റെ പിൻസീറ്റ്, ആ ഒരു പിൻസീറ്റിലാണ് തീർത്തും വലിയ മാറ്റം. അഡ്ജസ്റ്റ് ചെയ്യുന്ന 3 ഹെഡ് റെസ്റ്റുകൾ, ഓക്കെ സ്വാഭാവികം. 3 സീറ്റ് ബെൽറ്റ്, ഓക്കെ സ്വാഭാവികം. ഇത് റിക്ലൈൻ ചെയ്യാൻ പറ്റും, അത് സ്വാഭാവികമല്ല. ഇത് സ്ലൈഡ് ചെയ്യാൻ പറ്റും, അതും സ്വാഭാവികമല്ല. അത് ഏറ്റവും മുന്നിലും ഞാനിത് ഏറ്റവും പിന്നിലാണ് വെച്ചത്. അപ്പോൾ ആ ഒരു സീറ്റിൻ്റെ അവസ്ഥ കണ്ടില്ലേ. പിന്നെ ഈ പിൻ സീറ്റിന് വെന്റിലേഷൻ ഉണ്ട്. ഈ വെന്റിലേഷൻ എന്ന് പറയുന്നത് താഴെ മാത്രമേ ഉള്ളൂ. നിതംബം മാത്രമേ തണുപ്പിക്കാൻ പറ്റുള്ളൂ, പുറം തണുപ്പിക്കാൻ പറ്റില്ല. പിന്നെ ഓറഞ്ച് ഇൻസെർട്ടുകളൊക്കെ ഈ ഒരു വേരിയൻറ്റിൻ്റെ പ്രത്യേകതയാണ്. ഇവിടെ ആംറസ്റ്റ് ഉണ്ട്, കപ്പ് ഹോൾഡറുള്ള
ആംറസ്റ്റ് ആണ് എന്നുള്ളതാണ്. കണ്ടില്ലേ, പുതിയ ഗ്രാൻഡ് വിറ്റാലിക്കകത്തെ ഇതിനകത്തുകൂടെ പുറത്തേക്ക് എടുക്കാനുള്ള ഒരു പരിപാടികൾ കണ്ടു, അതിനകത്ത് കണ്ടില്ല. പിന്നെ റിയർ AC വെൻറ്റ്, എയർ പ്യൂരിഫയർ, താഴെ സീ പോട്ടുകൾ, ചെറിയ കബ്ബികളൊക്കെ ഉണ്ട്. ആ ഒരു ഹമ്പ് അത്ര പ്രോമിനൻ്റ് അല്ല. പിന്നെ ഇവിടെ താഴെയുള്ള പോക്കറ്റ് സ്വാഭാവികമായ പോക്കറ്റാണ്, പക്ഷേ മുകളിൽ ഒരു മൊബൈൽ ഹോൾഡർ പോലെ ഒരു പോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് ന്യൂ. പിന്നെ ഡ്രൈവർ സൈഡിൽ ആ ഒരു സിംഗിൾ പോക്കറ്റ് മാത്രമേ ഉള്ളൂ, മാപ്പ് പോക്കറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. തുറന്ന് വെച്ച് കാണിക്കണമെന്ന് വിചാരിച്ച്, പക്ഷേ വെയിൽ കൂടലാം. ഈ ഒരു നിതമ്പം തണുപ്പിക്കാനുള്ള സ്വിച്ച് എന്ന് പറയുന്നത് ആ ഒരു ഡോർ ഹാൻഡിൽ തന്നെയാണ്. ഇനി 2 ചെറിയ കബ്ബി ഹോളുകൾ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞു ഹോൾസാണ്, പക്ഷേ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സൺഷെയ്ഡ് അത് എല്ലാ വേരിയൻറ്റിലും ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നതാണ്. ഹാർമൻ കാർഡൻ്റെ 8 സ്പീക്കർ സൗണ്ട് സിസ്റ്റമുള്ള ഈ ഒരു വണ്ടിയുടെ പിന്നിൽ സ്പീക്കറുണ്ട്. വലിയ ബോട്ടിൽ ഹോൾഡറാണ്, ഓക്കെ, വലിയ ബോട്ടിൽ വയ്ക്കാൻ പറ്റുന്ന ഹോൾഡറാണ്. ഇതാണ് ആ ഒരു സ്റ്റോറേജ് സ്പേസുകൾ എന്നുള്ളതാണ്. ആ ഒരു സൺഷെയ്ഡ് തീർത്തും പ്രീമിയമാണ്, നല്ല ക്വാളിറ്റിയുള്ള സൺഷെയ്ഡാണ്. അത് ക്വാർട്ടർ ഗ്ലാസിനെ കൂടി കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഒരു ഗ്രാബ് ഹാൻഡിലുള്ളിൽ കൂടെ ആ ഒരു LED ലൈറ്റ് കാണാം. എല്ലാവർക്കും സെപ്പറേറ്റ് ലൈറ്റുമുണ്ട്, നടുവിലാൾക്കില്ല, ബാക്കി 4 പേർക്കും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 5 പേർക്ക് ഇരിക്കാമോ? എനിക്ക് തോന്നുന്നു സോണറ്റിൽ നിങ്ങൾ 5 പേര് യാത്രയുണ്ടോ, എന്നാൽ അതിനേക്കാളും സുഖമായിട്ട് ഇതിനകത്തിരിക്കാം. സെൽട്ടോസിനെ പോലെ തന്നെ ഇരിക്കാം, അത്രയും സ്ഥലമുണ്ട്, ലെഗ് സ്പേസ് ഉണ്ട്. സീറ്റിനടിയിലേക്ക് കാല് വെക്കാനുള്ള ആ ഒരു സൗകര്യം കൂടി ഇതിനകത്ത് ഞാൻ കണ്ടു. സ്പേസിലുള്ളൊരു വണ്ടിയാണ് സിറോസ് എന്ന് നിസ്സംശയം പറയാം. പാസഞ്ചർ സൈഡിലേക്ക് നമ്മൾ കയറുമ്പോൾ എനിക്ക് കാണിക്കാനുള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്നെന്ന് പറയുന്നത് ഈ ഒരു വെന്റിലേറ്റർ സീറ്റിൻ്റെ സ്വിച്ചാണ്. അത് വെച്ചേക്കുന്നത് ആ ഒരു പീസിലാണ്. ഈ പീസൊക്കെ കൊള്ളാട്ടോ, അതായത് സോഫ്റ്റ് ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മിക്സാണ് ഈ ഡോർ പാഡ് എന്ന് പറയുന്നത്. കൂടാതെ ലെതറേറ്റ് ആയിട്ടുള്ള ഒരു ആംറസ്റ്റ് കാണാം, വലിയ ബോട്ടിൽ ഹോൾഡറുകളും വലിയ പോക്കറ്റുകളും ഉണ്ട്. സ്പീക്കർ കാണാം, ഓറഞ്ച് ഇൻസെൻറ്റ് ഈ വണ്ടിക്ക് ഉണ്ട്, ടോപ്പിൻ്റെ ആയതുകൊണ്ടാണത്. പിന്നെ ഇവിടെ കൊടുത്ത ഒരു മെറ്റൽ ഇൻസെൻറ്റ് ഉണ്ട്, ചെറുത്, അതായത് മൈന്യൂട്ട് കാര്യങ്ങളാണ്, പക്ഷേ വിച്ച് ഈസ് ഗുഡ്, നല്ല ക്ലീൻ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാം. ഇനി കീ ഇട്ട് വേണം ഈ ഒരു എയർ ബാഗ് ഓഫ് ചെയ്യാനായിട്ട്. എല്ലാവർക്കും ഓഫ് ചെയ്യാൻ പറ്റില്ല, കീ ഉണ്ടെങ്കിൽ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ, അത് യൂസ്ഫുള്ളാണ്. ഇവിടെ ഈ ഒരു ഡാഷ് ബോർഡ് എനിക്ക് വണ്ടിയുടെ തീർത്തും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ. മികച്ചൊരു ഡാഷ് ബോർഡാണ് ഈ ഒരു വണ്ടിയുടെ. 30 ഇഞ്ചുള്ള വലിയ 3 സ്ക്രീനാണ്, ആ ഒരു 3 പനോരമിക് സ്ക്രീനാണ് ആ ഒരു ഡിസ്പ്ലേ. അതിലേക്ക് വരാം. പിന്നെ മുന്നിൽ ആ ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ആ ഒരു റിസസും അതുപോലുള്ള കാര്യങ്ങളുണ്ട്. നീറ്റായിട്ടുള്ള ഒരു ഇൻസെർട്ടുകളാണ്. ഓക്കെ, ഇതൊക്കെ ആ ഒരു ഇത്തിരി ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം. വാല്യൂ ഫോർ മണി പ്രപ്പോസിഷൻ നോക്കുമ്പോൾ മികച്ച ക്വാളിറ്റിയുള്ള ഒരു ഇൻറ്റീരിയർ ആണെന്ന് തന്നെ പറയാം. പക്ഷേ ഈ വണ്ടിക്ക് എന്ത് വില വരുന്നറിയില്ല, അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം അത് വാല്യൂ ഫോർ മണി ആണെന്ന് പറയാനായിട്ട്. ഇത് ആ ഒരു ഡീഫ്രോസ്റ്റിംഗ് വെൻ്റാണ്. കിയ സിറോസിൻ്റെ അണമുറിയാത്ത ഈ ഒരു AC വെൻ്റ് ഉണ്ടല്ലോ, ഇതെനിക്ക് തീർത്തും ഇഷ്ടമാണ് കേട്ടോ. അറ്റം മുതൽ ഈ അറ്റം വരെയുള്ള ഒരു AC വെൻ്റ്. ഓക്കെ, ഓപ്പണിങ് കുറച്ചുള്ളെങ്കിലും കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഗ്ലോ ബോക്സ്, മികച്ചൊരു ഗ്ലോ ബോക്സാണ്, അത്യാവശ്യം സ്പേസുള്ള ഒരു ഗ്ലോ ബോക്സാണ്. കൈലാക്കമായിട്ടുള്ളൊരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിനകത്ത് കൂൾ ചെയ്യാനുള്ള ഫംഗ്ഷനൊന്നുമില്ല, സാധാരണ ഒരു ഗ്ലോ ബോക്സാണ് എന്നുള്ളതാണ്. സിറോസിൻ്റെ ഫ്രണ്ട് സീറ്റിന് അത്യാവശ്യം നല്ല വീതിയുണ്ട്, നല്ല കംഫർട്ടബിളായിട്ടിരിക്കാവുന്ന സീറ്റാണ്. അതിൽ ഓറഞ്ച് ഇൻസേർട്ടും ആ ഒരു ഇൻസേർട്ടുകളും ഒക്കെ കാണാം. പിന്നെ ഇത് കണ്ടോ, സീറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് തൈ സപ്പോർട്ട് കൊള്ളാം. ഇത് മാനുവൽ സീറ്റാണ്, അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. ഈ സീറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേ ചോദിച്ചാൽ അല്ല. കാരണം ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം ലിവറിലാണ് എന്നുള്ളതാണ്. ഇവിടെ സ്പോർട്ടി ആയിട്ടുള്ള പെഡലുകൾ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ത്രോട്ടിൽ പെഡലിൻ്റെ ആ ഒരു സ്റ്റിക്കർ പറിച്ചിട്ടില്ല. വലതുവശത്തെ ആ ഒരു AC വെൻ്റിലുള്ള ഇൻസേർട്ട് എന്ന് പറയുന്നത്, പിന്നെ ഓട്ടോ ഹോൾഡ്, ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക്, ESP ഓഫുള്ള സ്വിച്ച്, ഹെഡ് ലാമ്പ് ലെവലൊക്കെ കാണാം. ഇത്തിരി പ്രീമിയം ക്വാളിറ്റി തോന്നിക്കുന്നുണ്ട്. പിന്നെ ഈ ഇൻസെർട്ട് തീർത്തും മെറ്റൽ പോലുള്ള ഒരു ഇൻസെർട്ടാണ്. ഈ സ്റ്റാക്കുകളൊക്കെ വേറെയാണ്, തീർത്തും മികച്ച സ്റ്റാക്കുകളാണ്. ഓട്ടോ ഹെഡ് ലാമ്പ്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടെന്നാണ്. ഈ ഡബിൾ ഡി കട്ട് സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിതിൻ്റെ രൂപം വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. 2 സ്പോക്ക് കുഴപ്പമില്ല എന്നുള്ളൂ. പിന്നെ ബട്ടൺസൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. ട്രാക്ഷൻ മോഡാണെങ്കിലും അല്ലെങ്കിൽ ഡ്രൈവ് മോഡാണെങ്കിലും എല്ലാം കൊള്ളാം. പിന്നെ പാഡ് ഷിഫ്റ്റുകളുണ്ട്, ഒബ്വിയസ്ലി DCT ആണ്. ഈ വണ്ടിക്ക് ആ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു നെക്സോണോ കർവൊക്കെ ആയിട്ടുള്ള സാമ്യം എന്ന് പറയുന്നത് സ്റ്റിയറിംഗ് ഞാൻ കണ്ടു. നിങ്ങൾ കണ്ടോ? താഴെ കമൻറ്റ് ചെയ്യൂ. ഈ അണമുറിയാത്ത ഡാഷ്ബോർഡ് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നമുക്ക് ആ ഒരു മീഡിയ കൺട്രോൾസിൻ്റെ സ്വിച്ചുകൾ തീർത്തും ക്ലീൻ ആയിട്ട് ഫ്ലഷ് ആയിട്ട് അതിനകത്ത് വെച്ച് കാണാം. ഈ ഒരു ഗ്യാപ്പ് ഒരിത്തിരി കൂടുതലാണ് തോന്നി. ഈ വോളിയം ബട്ടൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ലതാണ്. താഴെ കാണുന്ന ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കാണാൻ ഭംഗിയുണ്ട്. താഴെ കാണുന്നതാണ് AC കൺട്രോൾസ്, ഫാൻ, മോഡ്, ഓട്ടോ, ടെമ്പറേച്ചർ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മാറ്റിയുള്ളത് ശരിയാണ്, പക്ഷേ അങ്ങനെ മാറ്റി കഴിയുമ്പോൾ എവിടെയാണത് കാണുക? അതിനാണ് 3ാമത്തെ സ്ക്രീൻ എന്നുള്ളതാണ്. AC-ക്ക് സെപ്പറേറ്റ് ഒരു സ്ക്രീൻ കൊടുത്തു കിയ സിറോസിൽ. അതുമാത്രമല്ല ഈ ഒരു സ്ക്രീനിൽ മാപ്പോ ആൻഡ്രോയിഡ് ഓട്ടോ വെച്ചപ്പോൾ തന്നെ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ടുള്ള ആപ്പിൽ പാട്ട് കേൾക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മൊത്തത്തിലുള്ള ഈ ഒരു 30 ഇഞ്ച് എന്ന് പറയുന്നത് തീർത്തും നല്ലതാണ്. എനിക്ക് തോന്നുന്നു കിയയിലെ ഏറ്റവും മികച്ച സ്ക്രീനുകളിൽ ഒന്നെന്ന് പറയാം. ആൻഡ്രോയിഡ് ഓട്ടോ സ്ലോ ആയിരിക്കും, കാരണം എൻ്റെ ഫോൺ കുറച്ച് പഴയതാണ്. പക്ഷേ ഇവിടെ ഫിസിക്കൽ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ ഇത് പ്രസ് ചെയ്ത ഹോമിലേക്ക് പോകാം. എവിടെയോ ഒരു റിഫ്ലക്ഷൻ ഉണ്ട്, സോറി ഫോർ ദാറ്റ്. ഇപ്പോൾ ഹുണ്ടായിലോ അല്ലെങ്കിൽ കിയയിലോ മുന്നേ കണ്ടിട്ടുള്ള ആ ഒരു UA അല്ല, നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള മികച്ച ഒരു UA ആണ് ഈ ഒരു സ്ക്രീനിൽ. അതായത് യൂസർ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് ഓൺലൈൻ മാനുവൽ, നോട്ടിഫിക്കേഷൻ, വെഹിക്കിൾ ഡയഗ്നോസ്റ്റിക്സ്, ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കാര്യം. കിയ
കണക്ട് 2.0 ആപ്പിലൂടെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, വണ്ടിയുടെ പ്രശ്നങ്ങൾ അത് തന്നെ മനസ്സിലാക്കിയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓക്കെ, വണ്ടികളൊക്കെ കുറച്ച് കൂടി ബുദ്ധിയുള്ള വണ്ടികളായി. ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളിൽ ഈ ബുദ്ധി കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നില്ല. പക്ഷേ പെട്രോൾ ഡീസൽ വണ്ടിയാണ്, അപ്പോൾ അതിനകത്ത് നമുക്ക് കാണുമ്പോൾ ഒരു ഇത്തിരി പുതുമ തോന്നും. ഇപ്പോൾ മോട്ടോർ ഡ്രൈവർ പവർ സ്റ്റിയറിംഗ്, നമുക്കിവിടെ ആ ഒരു കാര്യം എങ്ങനെയുണ്ട് എന്ന് നോക്കാം. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ഒന്നും 1 by 1 ആയിട്ട് പോകേണ്ട, എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഈ ബ്ലാക്ക്, അതായത് ഡാർക്ക് തീം എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു. ഇവിടെ വാലേ മോഡ് ഉണ്ട്, വിച്ച് ഈസ് ഗുഡ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, കിയയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വയർലെസ് ആയി ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റും. വോയിസ് മെമ്മോ, കലണ്ടർ, സെറ്റിങ്സിൽ ഞാൻ കൂടുതലും പറയാൻ പോകുന്നത് വെഹിക്കിൾ സെറ്റിങ്സാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ആ ഒരു ഡ്രൈവർ അസിസ്റ്റൻസ്, അഡാസ് ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്, കുറേ അധികം ഫംഗ്ഷനാലിറ്റീസ് ഉണ്ട്. നമ്മൾ കാണുന്ന ആ ഒരു അഡാസ് ലെവൽ 2 കാര്യങ്ങൾ തന്നെയാണ് ഡ്രൈവർ കൺവീനിയൻസ്, ഡ്രൈവിംഗ് സേഫ്റ്റി, അറ്റൻഷൻ വാണിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതായത് ഡ്രൈവിംഗ് സേഫ്റ്റി എന്ന് പറയുമ്പോൾ ഫോർവേഡ് കൊളിഷൻ, ഫോർവേഡ് വാണിംഗ്, ലെയിൻ സേഫ്റ്റി, ആ ഒരു ബ്ലൈൻഡ് സ്പോട്ട് വ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ക്ലൈമറ്റ് എന്ന് പറയുന്നത് എയർ സർക്കുലേഷനും അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വെന്റിലേഷനൊക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ളതാണ്. ലൈറ്റ്സ് എന്ന് പറയുമ്പോൾ ആംബിയൻ ലൈറ്റ് ഉണ്ട്. ആംബിയൻ ലൈറ്റ് എന്ന് പറയുന്നത് മികച്ചൊരു കാര്യമായിട്ട് വണ്ടിക്കകത്ത് കാണാം. കാരണം കുറേ അധികം ആംബിയൻ ലൈറ്റിൻ്റെ വണ്ടിക്കകത്ത് കളർ, ഇപ്പോൾ ഡ്രൈവ് മോഡോ അതല്ലെങ്കിൽ നമുക്ക് എന്തുള്ള ഒരു കളറോ ഒക്കെ ആക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ലിങ്ക് ടു ഡ്രൈവ് മോഡാക്കിയപ്പോൾ ഡ്രൈവ് മോഡിൽ നമുക്ക് കാണാം. പിന്നെ ഡോർസിൻ്റെ കാര്യം, കൺവീനിയൻസ് എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്നാലും ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള, നല്ല ഇൻറ്റ്യൂറ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രീനാണ്, അല്ലെങ്കിൽ സ്ക്രീനുകളിലൊന്നാണ് കിയയുടെ ഈ ഒരു മൾട്ടിമീഡിയ സ്ക്രീൻ എന്നുള്ളതാണ്. ഇത് ടോട്ടലി 30 ഇഞ്ചാണെന്നുള്ളത്. 30 ഇഞ്ച് എവിടെ എത്തിയല്ലേ. ഇനി സൗണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈക്വലൈസർ, പൊസിഷൻ, ഗൈഡൻസ്, പ്രീമിയം സൗണ്ട്. ഞാൻ ഊളി വന്ന് നോക്കിയാണേ. എട്ട് സ്പീക്കർ സൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഓസമാണെന്ന് പറയാം, അങ്ങനെ പറയാനുള്ളൂ. ഹർമൻ കാർഡൻ്റെ ആ ഒരു ഭരിക്കുന്ന കാലത്തിലേക്ക് എത്തിക്കണു. എല്ലാ വണ്ടിയിലും നമ്മളത് കാണുന്നുണ്ട്. ഇതിനകത്തും മികച്ച ഒരു സൗണ്ട് സിസ്റ്റമാണ് എന്നുള്ളതാണ്. അപ്പോൾ ക്ലസ്റ്ററിൻ്റെ ഒരു കാര്യത്തിനാണ് കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. തീമുകളെന്ന് പറയുമ്പോൾ സർക്കിൾ വേണോ, അല്ലെങ്കിൽ സിമ്പിൾ തീം വേണോ, അല്ലെങ്കിൽ ഡ്രൈവ് മോഡ് വേണോ, അല്ലെങ്കിൽ സ്റ്റൈൽ എ, സ്റ്റൈൽ ബി, സ്റ്റൈൽ സി. എനിക്കിതിൻ്റെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടത് ഇപ്പോൾ സ്പീഡ് ലിമിറ്റൊക്കെ പോകുമ്പോൾ ആ ഒരു ക്ലസ്റ്റർ മൊത്തം റെഡ് ആവുന്നുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് തീർത്തും ഇഷ്ടപ്പെട്ടു കേട്ടോ. അതായത് മൊത്തത്തിലൊരു ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് സിറോസ് എന്നുള്ളതാണ്. ഇപ്പോൾ ഫേവറേറ്റ് ബട്ടണും അല്ലെങ്കിൽ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. ബ്രൈറ്റ്നസ് കുറയ്ക്കാനും ക്യാമറ സെറ്റിങ്സ് അങ്ങനെ പറയുമ്പോൾ ഈ വണ്ടിക്ക് നമുക്ക് 360 ക്യാമറ ഉണ്ട്. നല്ല ക്യാമറയാണ്. നമ്മുടെ വണ്ടി ഗ്രേ ആണ് കാണിക്കുന്നത്, വെള്ളയാണോ, ഓക്കെ, അത് ഞാൻ എപ്പോഴും പറഞ്ഞ ആളുകളുടെ ആ ഒരു ചീത്തവിളി ചെയ്യുന്നൊരു കാര്യം. എന്നാലും ഈ ഒരു വണ്ടിയുടെ ക്യാമറ മികച്ച ക്യാമറയാണ്. ഇന്നലെ ഓടിച്ച കൈലാക്കിൻ്റെ ക്യാമറ എന്ന് പറയുന്നത് തീർത്തും പൂറായിട്ടുള്ള ക്യാമറ ആയിരുന്നു. ഇത് മികച്ച ക്യാമറയാണ്. വെതർ ഉണ്ട്, ഡെസ്റ്റിനേഷൻ അറിയാൻ പറ്റും, കലണ്ടർ ഉണ്ട്, സെറ്റിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ സെറ്റിങ്സ് ഓക്കെ ഉണ്ടെന്ന് പറയേണ്ട കാര്യമില്ല. അങ്ങനെ പലവിധமான കാര്യങ്ങൾ ഈ വണ്ടിക്കകത്തുണ്ട്. അപ്പോൾ എല്ലാം കൂടി ചേരുമ്പോൾ ഒരു മികച്ച ഒരു കാര്യമായിട്ട് ഈ ഒരു കിയയുടെ 30 ഇഞ്ച് സ്ക്രീനെ കാണാമെന്ന് ലളിതമായിട്ട് പറയാമെന്നുള്ളതാണ്. ഈ 3 സ്ക്രീനിലെ എയർ കണ്ടീഷൻ സ്ക്രീനും ടച്ച് ആട്ടോ, നമുക്ക് ടച്ച് ചെയ്തിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ മീറ്റർ ഇപ്പോൾ ഞാൻ സിമ്പിളാക്കിയിട്ടുണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോൾ പല ആ ഒരു കാര്യങ്ങളുണ്ട്. ഞാൻ മീറ്റർ സിമ്പിളാക്കാൻ കാരണം എന്ന് പറയുന്നത് എനിക്ക് സിമ്പിൾ എന്ന് പറയുന്ന സംഗതി ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. അതായത് നമുക്ക് എപ്പോഴും ടാക്കോമീറ്ററും സ്പീഡോമീറ്ററും കണ്ടു ഓടിക്കുന്നതാണ് രസം തോന്നിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലസ്റ്ററിനെ നമുക്ക് ആ ഒരു സാധാരണ തീമിലേക്ക് ആക്കിയിട്ട് സിമ്പിൾ തീമിലേക്ക് ആക്കി മാറ്റി കഴിഞ്ഞാൽ അത് ഈ ഒരു സ്ക്വയർ ആ ലെവലിലാവും. പിന്നെ സ്റ്റൈൽ എ, സ്റ്റൈൽ ബി എന്നുള്ള മാറ്റങ്ങളുണ്ട്. എനിക്കതിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കാര്യം തന്നെയാണ്, ആ ഒരു സ്പീഡ് പോകുമ്പോൾ ഫുൾ റെഡ് ആയത്. എന്തായാലും ഡാർക്ക് തീമുള്ള ക്ലസ്റ്റർ മികച്ചൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈ വണ്ടിയിൽ. ഇനി പറയേണ്ടത് ചാർജിങ് ആണ്. ഇപ്പോൾ നമുക്ക് ഫാസ്റ്റ് ചാർജിങ് അല്ലെങ്കിൽ കുറച്ചുകൂടി ആ ഒരു സ്പീഡ് ചാർജിങ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ ആ ഒരു പുഷ് ടു ഓപ്പൺ ആ ഒരു 12 വോൾട്ട് സോക്കറ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ താഴെ കാണുന്നത് ആ ഒരു വയർലെസ് ചാർജിങ് പാഡാണ്. ഇതാണ് ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റർ, നല്ല നോബാണ്. ഇതാണ് ആ ഒരു ചാർജിങ് പാഡ്. പിന്നെ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ ഉണ്ട്. ഇവിടെ പാർക്കിംഗ് സെൻസറും ആ ഒരു ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ക്യാമറയുടെ സ്വിച്ചും കാണാനുള്ളതാണ്. കപ്പ് ഹോൾഡറിൽ കപ്പ് വെച്ച് തന്നിട്ട് കിയ മാതൃകയായി. എന്തായാലും ഈ പുഷ് എന്ന് പറയുന്നത് നമുക്ക് ഈ കപ്പ് ഹോൾഡറിനെ തുറക്കാനുള്ളതാണ്. നമുക്ക് അടച്ചു വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഓൾറെഡി ആ ഒരു വാക്കറൗണ്ടിൽ കാണിച്ചു, എന്നാലും ഒന്നിട്ട് കാണിക്കാം. അതായത് നമുക്കിവിടെ പുഷ് ചെയ്താൽ അതങ്ങ് തുറക്കും. എന്നിട്ട് അവിടെ ഒരു കപ്പ് വയ്ക്കുകയും ചെയ്യാം. ഓക്കെ, വലിയ കപ്പ് ഹോൾഡറാണ്. ഇനി ആംറസ്റ്റും ഡീപ്പാണ്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസുള്ള ഒരു ആംറസ്റ്റാണ്. 4 പവർ വിൻഡോയ്ക്കും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. കൂടാതെ ഇവിടെ ലോക്ക് ബട്ടണും കാര്യങ്ങളൊക്കെ കാണാം. അതൊക്കെ ഡോർ പാഡിലാണ്. 6 എയർ ബാഗുകളുണ്ട് കിയ സിറോസിന്. കൂടാതെ ഈ വണ്ടിയുടെ ആ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത് ESP ഉള്ള കാര്യങ്ങളുണ്ട്. സൈറോസിന് ഓട്ടോ ഡിമിങ് മിറർ കിയ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുന്നിലായിട്ട് സൺറൂഫ് കൺട്രോൾസും ആ ഒരു LED ലൈറ്റ്സും കാണാം. പിന്നെ ഒരു സൺഗ്ലാസ് ഹോൾഡറും ഉണ്ട്. ഇനി സൺവൈസറിലാണെങ്കിൽ ഒരു കണ്ണാടി മാത്രമേ കാണൂ, ലൈറ്റോ അടപ്പോ ഒന്നും തന്നെ ഇല്ല. വലതുവശത്താണെങ്കിൽ ഒരു ടിക്കറ്റ് ഹോൾഡർ മാത്രമേ കാണൂ. സീറ്റ് അഡ്ജസ്റ്റ് ചെയ്താലും തട്ടാത്ത വിധത്തിൽ ഒരു ചെറിയ പാർസൽ സെൽഫ് കൂടി സൈറോസിനുണ്ട്. സേഫായ ഒരു വണ്ടിയാണോ ഈ ഒരു സിറോസ്? കിയയുടെ റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള K1 പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ആ ഒരു പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത്. ഇതാണ് ആ ഒരു TR. ബൂട്ട് ഞാൻ ഓപ്പൺ ചെയ്തേക്കാം. അതിനകത്ത് ഉള്ള ലഗേജ് മുഴുവനുണ്ട്. എന്നാലും ഇപ്പോൾ വലത്തെ സീറ്റ് പോലെ വെച്ചാൽ
അത് വെറും 390 ലിറ്ററാണ്. പക്ഷേ ഇടത്തെ സീറ്റ് പോലെ 2 സീറ്റും വെച്ചാലോ അത് 465 ലിറ്ററായിട്ട് മാറുന്നതാണ്. ഇവിടെ ആ ഒരു സബ് വൂഫറും കാണാം. കിയ സിറോസിന് 17, 16, 15 വീലുകളുടെ സൈസ് ഉണ്ടല്ലോ. അപ്പോൾ സ്പെയർ വീൽ അവർ ഏറ്റവും ചെറുതാണ് വെച്ചിട്ടുള്ളത്. ഇത് 15 ഇഞ്ചാണ് വീല് എന്നുള്ളതാണ്. 195, 65, 6, 15 3 വണ്ടിക്കും പറ്റും. പക്ഷേ 17 ഇഞ്ചുള്ള വണ്ടിക്ക് 15 ടയർ ഇട്ടാൽ ഓക്കെ. ഇത് 65 അല്ലേ. ഈ ഒരു 15 വീൽ എന്ന് പറയുന്നത് 55 അതുകൊണ്ട് ഓടാൻ വലിയ കുഴപ്പമുണ്ടാവില്ലായിരിക്കും കുറച്ച് ദൂരമൊക്കെ. ബൂട്ടിലൊരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇവരുടെ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് 120 PS പവറുള്ള ടർബോ പെട്രോളാണ്. ഇത് ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആണ്. ഞാൻ ഒന്ന് ലൈൻ ചേഞ്ച് ചെയ്യട്ടെ. പോയി ഇന്നോവ പോകുന്നുണ്ട്, പോട്ടെ. കയറി. ഇവിടെ 120 സ്പീഡ് ലിമിറ്റ്. സോ കാർ കൊടുക്കാം. ഞാനിപ്പോൾ ഈ വണ്ടി ഓടിക്കുന്നത് നോർമൽ മോഡിലാണ്. ഞാനൊന്ന് മാറ്റിയിട്ടത് സ്പോർട്സ് മോഡാകട്ടെ. ഒന്നുകൂടി കാർ കൊടുക്കാം. സ്ലോ ആയിട്ട് കാർ കൊടുക്കാം. അപ്പോഴാണ് പറന്ന് കയറിപ്പോഴും. 80 to 120 ഇതിന് ഏറ്റവും ആക്സിലേഷൻ കാണിക്കാൻ ബെസ്റ്റ്. ഓക്കെ, റെഡി, സ്റ്റഡി, ഗോ. ഓക്കെ, കിയ സോണറ്റിൻ്റെ അത്രയും ആ ഒരു നിമ്പിളല്ല, അത്രയും ആ ഒരു ക്യുക്ക്, ആ ഒരു ഫീലില്ല. ഈ രണ്ട് കാര്യങ്ങളാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കമ്പാരിസൺ വരിക. പക്ഷേ ഈ വണ്ടിക്ക് ഈ എൻജിൻ അഡക്വേറ്റ് ആണ്. എന്ന് വെച്ചാൽ ശരിക്കും നമുക്കിത് ഓടിക്കുമ്പോൾ ആ ഒരു ടോപ്പ് സ്പീഡിലേക്കല്ലോ നമ്മൾ നോക്കുന്നത്. നമ്മുടെ ആ ഒരു നോർമൽ ഡ്രൈവ് മോഡാണെങ്കിലും സ്പോർട്സ് മോഡാണെങ്കിലും എവരിഡേ നീഡാണെങ്കിലും ഒന്ന് കുന്നളിപ്പ് കാണിക്കാനാണെങ്കിലും ഈ എൻജിൻ മോർ ദാൻ ഇനഫാണ് എന്നുള്ളതാണ്. ടർബോ ചാർജഡ് പെട്രോൾ എൻജിനാണ്. വലിയ ലാഗൊന്നും ഫീൽ ചെയ്യില്ല. ഇത് DCT ആണ്. DCT ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഇനീഷ്യലുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, അതെല്ലാം DCT സ്വഭാവമാണ്. ഈ വണ്ടി എന്ന് പറഞ്ഞാൽ ഓടിക്കാൻ ഭയങ്കര രസമാട്ടോ. ഞാൻ ടോൾ ബോയ് ആണ്, SUV ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ബോഡി റോളൊക്കെ ഉണ്ടാവും. ഭയങ്കര ആ ഒരു എന്താ പറയുക, വണ്ടി ഓടിക്കുമ്പോൾ അൺസെറ്റിലാവുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞാനൊരു ഇത്തിരി സില്ലി സ്പീഡിൽ ഓടിച്ചപ്പോഴും എനിക്കിതിൻ്റെ ആ ഒരു ഹാൻഡ്ലിങ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മികച്ച ഒരു ഹാൻഡിലാണ്. അപ്പോൾ ലെയിൻ ചേഞ്ച് ചെയ്യുന്നത് ഞാൻ 111 ബോഡി റോളോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും നമുക്ക് കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. സ്റ്റിൽ ബോഡി റോൾ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ബോഡി റോൾ ഫീൽ ചെയ്യില്ല കാര്യമായിട്ടുള്ളതാണ്. അപ്പോൾ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത് മികച്ചതാണ് ഫോർ എ വണ്ടി ദിസ് സൈസ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ, കൊള്ളാം, നൈസ്. ഇതിൻ്റെ ലുക്ക് മാത്രമല്ല വർക്കും കൊള്ളാം. എനിക്ക് തോന്നുന്നു എവരിഡേ യൂസിന് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഡീസലായിരിക്കും. ഡീസൽ എന്ന് പറയുമ്പോൾ ഡീസൽ വണ്ടിയുടെ ആ ഒരു പവറും അല്ലെങ്കിൽ ആ ഒരു ടോർക്കും ഒക്കെ 250 Nm ടോർക്ക് എന്ന് പറയുന്നത് ഈ വണ്ടീനെ ആ ഒരു 4 പേര് 5 പേര് ഇരുന്ന് സുഖമായിട്ട് ഓടിച്ചു കൊണ്ടുനടക്കാൻ പറ്റിയൊരു കാര്യമായിട്ട് മാറും. പിന്നെ ഒരു യൂട്ടിലിറ്റി വെഹിക്കിൾ വാങ്ങുമ്പോൾ യൂട്ടിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ അതിന് ഡീസലാണ് ബെറ്റർ. സ്റ്റിൽ കിയ ഡീസൽ കൊടുക്കുന്നുണ്ട്. ആ 1.5 എഞ്ചിൻ എന്ന് പറയുന്നത് നല്ല എഞ്ചിനാണ്. നിങ്ങൾക്കറിയാലോ, സെൽറ്റോസ് കണ്ടിട്ടുണ്ട്, സോണറ്റിൽ കണ്ടിട്ടുണ്ട്, ഇനിയിപ്പോൾ ഇതിലും കാണാം. അപ്പോൾ ഈ ഡീ കട്ട് സ്റ്റിയറിംഗ് ഹോൾഡ് ചെയ്യാൻ രസമുണ്ട്. ഈ സ്റ്റിച്ച് എൻ്റെ കയ്യിൽ നിന്ന് തടയുന്നുണ്ട്. അതാണ് ഞാൻ ടാറ്റ മോട്ടോഴ്സിൻ്റെ ആ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞതിനും ആ ഒരു സെയിം പ്രശ്നമുണ്ട്. പക്ഷേ നമ്മളിരിക്കുന്ന ഒരു പ്രീമിയം കാറിലാണെന്ന ഫീൽ നമുക്ക് ഓരോ തവണയും ഉണ്ടാക്കുന്നുണ്ട് ഈ വണ്ടി. നല്ല രസമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആ ഒരു അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ, എനിക്ക് അഡാസിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ക്രൂസ് കൺട്രോളാണ്. അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ വേറെ ഒന്നും ഞാൻ അങ്ങനെ കാര്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ആ ഒരു സംഗതി വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈൻ കീപ്പേഴ്സും വെച്ചിട്ട് കണ്ടോ ആ ഒരു വണ്ടി സ്ലോ ആവുന്നുണ്ട്. XUV സ്ലോ ആയിട്ട് റോങ് ആയിട്ട് കയറിപ്പോയി. അപ്പോൾ നമ്മൾ അത് നീറ്റായിട്ട് കയറിപ്പോയി കണ്ടോ. ഡൗൺ ചെയ്ത് കയറുമ്പോണ്ടോ ആ സ്പീഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അഡാപ്റ്റീവ് സ്റ്റോപ്പ് ആൻഡ് ഗോ എന്നുള്ള ആ ഒരു ക്രൂസ് കൺട്രോൾ എന്ന് പറയുന്നത് മികച്ച കാര്യമായിട്ട് തോന്നി. ലൈൻ കീപ്പേഴ്സിനും ലൈൻ ചേഞ്ചേഴ്സിനും ആ ഒരു ഫോർവേഡ് കൊളിഷൻ വേണമെങ്കിൽ ഫോർവേഡ് ആ ഒരു കൊളിഷൻ ആ ഒരു അലർട്ടും ഒക്കെ ഓക്കെ, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഒക്കെ നമുക്കുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഈ വണ്ടിക്ക് ഡാഷ് ക്യാം കൂടിയുണ്ട്. ഒരു ഡാഷ് ക്യാം ഉണ്ട്. നമുക്ക് അകത്തെ ആ ഒരു വിഷ്വൽസ് കൂടി നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡാഷ് ക്യാം കൂടി ഈ ഒരു വണ്ടിക്കുണ്ട്. അതും ഒരു ഫീച്ചറാണ്. മഹീന്ദ്ര B6 കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ ഇതിനകത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശരിക്കും കിയ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കിയ എപ്പോഴും ഇന്നോവേറ്റീവ് ആണ്. എനിക്ക് തോന്നുന്നു കിയയുടെ ഇന്നോവേഷൻ കുറച്ചും കൂടിയും ബേസ് മോഡലുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. 15, 16, 17 വീലാണെങ്കിലും ആ ഒരു സൺറൂഫ് എന്ന് പറയുന്നത് ബേസ് മോഡൽ കഴിഞ്ഞിട്ട് അടുത്ത മോഡൽ കൊണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ വണ്ടിക്ക് അവർ സൺഷെയ്ഡ് പോലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബേസ് മോഡലിനെ കൊടുക്കുന്നത് കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പ്രൈസിങ് നല്ലതാണെങ്കിൽ ഈ വണ്ടി മികച്ചൊരു ഹിറ്റാവാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ലുക്ക് എന്ന് പറയുന്നത് അത്ര വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാറിനൊക്കെ വർക്കാണ് കാര്യം. പക്ഷേ ഇതിൻ്റെ ലുക്കും രസമുണ്ട്. അതായത് ഫങ്കിയാണ്. എവിടെയും കൊണ്ട് നിർത്തിയ ആൾക്കാർ നോക്കുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ ഫ്രഞ്ച് കാറുകളുടെ സ്വഭാവമുള്ള ഒരു കൊറിയൻ കാറാണ്, അല്ലെങ്കിൽ ഒരു ഇന്ത്യയിലുണ്ടാക്കിയ കൊറിയൻ കാറാണെന്നൊക്കെ നമുക്ക് സിറോസിനെ പറയാം. കാരണം
ഫ്രഞ്ച് അങ്ങനെയാണ് അത്ര കാറുകളുടെ കാര്യത്തിൽ അവരെപ്പോഴും വർക്കേ നോക്കുള്ളൂ, ലുക്ക് നോക്കില്ല എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കാറ് വാങ്ങിയ ഒരു ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്തേ, അതായത് കളഞ്ഞിട്ട് വേറെ കാറ് മേടിക്കുക ചെയ്യുക, അല്ലാണ്ട് എക്സ്ചേഞ്ച് ചെയ്യലോ അല്ലെങ്കിൽ പുതിയ കാറ് വാങ്ങലോ ഇല്ല, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വണ്ടി വാങ്ങലില്ല എന്നതാണ്. അതുകൊണ്ട് അവരുടെ വണ്ടികൾക്കൊക്കെ ഒരു യൂട്ടിലിറ്റി സ്വഭാവം ഉണ്ടാവും. സ്പേസ് കൂടുതലായിരിക്കും, ബൂട്ട് കൂടുതലായിരിക്കും, ഇരുന്ന് ഓടിക്കാൻ സുഖമായിരിക്കും, ഉയരം ഉണ്ടാവും. ഓക്കെ, ആ ഒരു സ്വഭാവത്തിലേക്ക് ഇന്ത്യൻ കാറുകൾ മൊത്തം മാറി ഞാൻ പറയില്ല. പക്ഷേ കിയയുടെ സിറോസ് വന്നപ്പോൾ അങ്ങനെ ഒരു കാർ കൂടി നമുക്ക് കിട്ടിയെന്ന് പറയാം. ആ ഒരു തരത്തിൽ ഈ വണ്ടിയുടെ ഒരു മികവ് എന്ന് പറയുന്നത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഇതിൻ്റെ DCT ആണെങ്കിൽ മൈലേജിന് കുറവുണ്ടാവും, അതായത് ടർബോ പെട്രോൾ ആണ്, പക്ഷേ യൂട്ടിലിറ്റി കൈൻഡ് ഓഫ് ഡീസൽ വാങ്ങുമ്പോൾ നമുക്ക് മൈലേജും ഉണ്ടാവുന്നതാണ്. അപ്പോൾ 1.2 NA ഇല്ല, അതുകൊണ്ട് തന്നെ ടർബോ എഞ്ചിനുകൾ മാത്രമേ ഉള്ളൂ. അത് VGT ആണ് ഡീസൽ, അതുകൊണ്ട് തന്നെ വേരിയബിൾ ജോമെട്രി ആയതുകൊണ്ട് ലാഗും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാല് കൊടുത്ത് പൊളിച്ച് ഓടിക്കാൻ പറ്റിയ ഡീസലായിരിക്കും നമ്മൾ നല്ല ഓടിക്കുന്നുണ്ട്. എനിക്ക് ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള സ്വഭാവം ഇഷ്ടപ്പെട്ടു, സീറ്റിംഗ് ഇഷ്ടപ്പെട്ടു, സീറ്റിങ്ങിൻ്റെ ആ ഒരു കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു, ഡ്രൈവിംഗ് പോസ്റ്റർ ഇഷ്ടപ്പെട്ടു. കുറച്ച് കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത് ടിൽറ്റ് മാത്രമേ ഉള്ളൂ, റീച്ചില്ലാത്ത സ്റ്റിയറിംഗ് ആണ്. ലോക്ക് എന്ന് പറയുന്നത് അൺലോക്ക് ചെയ്യാനായിട്ട് ഞാൻ ബട്ടൺ ഞെക്കേണ്ടി വന്നു, അവിടെ സെൻസർ കണ്ടില്ല, റിക്വസ്റ്റ് സെൻസർ കണ്ടില്ല. അതൊരു പ്രശ്നമായിട്ട് തോന്നി. റിക്വസ്റ്റ് സെൻസർ ഉണ്ടോ ഈ വണ്ടിക്ക് ഇല്ലാത്തതാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അതൊരു കാര്യമായിട്ട് തോന്നി. പിന്നെ സാധാരണ USB ബോർഡ് ഇവർ എടുത്ത് കളഞ്ഞിട്ടുണ്ട് വണ്ടികളിൽ നിന്ന്, ഗ്ലൗ ബോക്സ് കൂളിംഗ് അല്ല എന്നൊരു കാര്യം കണ്ടു. അങ്ങനെ വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ കാണാം. പക്ഷേ അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് സവിശേഷതകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ ഒരു വണ്ടി കാണുന്നത്. ഞാൻ എന്താ കാണിക്കുന്നത്, 120 കിലോമീറ്റർ ഓടിക്കുന്ന റോഡിൽ 100 പോകുന്നു, വാട്ട് മാൻ. ഓക്കെ, അപ്പോൾ എന്തായാലും സ്പീഡിൽ ഓടിക്കാവുന്ന ഹൈവേയിൽ നമുക്ക് കാല് കൊടുത്ത് ഓടിക്കുമ്പോൾ ഭയങ്കര രസമായിട്ട് ഓടിക്കാവുന്ന ഒരു വണ്ടി എന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ കാര്യങ്ങൾ നടക്കുന്ന വണ്ടി, മികച്ച ഹാൻഡ്ലിംഗ് ഉള്ളൊരു ടോൾ ബോയ് വണ്ടി എന്നുള്ളതാണ് സിറോസിനെ കുറിച്ച് പറയാനുള്ളത്. സിറോസിൻ്റെ റൈഡ് ആൻഡ് ഹാൻഡ്ലിംഗ് ഇഷ്ടപ്പെട്ടു. ബ്രേക്കിംഗ് എന്ന് പറയുന്നത് നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല രസമുണ്ട് ബ്രേക്കിംഗ്. 4 വീൽ ഡിസ്കൗണ്ട് ചവിട്ടിട്ട് നിൽക്കുന്ന ഒരു കാര്യം തോന്നി. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ആ ഒരു പുതിയ ടെക്നോളജി, മോട്ടറിൽ എന്തൊക്കെ മാറ്റങ്ങളൊക്കെ കിയ വരുത്തി എന്നൊക്കെ പറയേണ്ടത്, അതൊക്കെ ഈ വണ്ടിക്കകത്ത് കാണുന്നുണ്ട്. ഈ ഒരു സ്റ്റിയറിംഗിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് വലിയ ഒരു ചെറിയ പ്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കേണ്ടത് റൈഡിനെ കുറിച്ചാണ്. ഇതിൻ്റെ റൈഡ് എന്ന് പറയുന്നത് സോഫ്റ്റുമല്ല ഹാർഡുമല്ല എന്നുള്ള ഇൻബിറ്റ്വീൻ ആയിട്ടുള്ള റൈഡാണ്. അതായത് കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റിയ ഒരു റൈഡാണ്. തത്വത്തിൽ നമുക്ക് ചവിട്ടി പൊടിച്ച് ഓടിക്കുമ്പോൾ ആ ഒരു ഹാൻഡ്ലിങ്ങിന് മികവുമുണ്ട്, അതുപോലെ നന്നായിട്ട് ഓടിക്കുമ്പോൾ അത്യാവശ്യം നന്നായി സുഖമായിട്ടിരിക്കാനും പറ്റുന്നുണ്ട്. ടീ ബ്രേക്കിന് വേണ്ടി വണ്ടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൈൻ ചേഞ്ച് ചെയ്തപ്പോൾ ബോഡി റോളില്ല, അല്ലെങ്കിൽ ബോഡി റോൾ തോന്നുന്നില്ല എന്ന് പറഞ്ഞെങ്കിലും വലിയ തിരിവിൽ ബോഡി റോൾ ഫീൽ ഉണ്ട്. പിന്നെ വണ്ടികൾ, ലോറികൾ പോകുമ്പോൾ, ഇപ്പോൾ ഞാൻ പോകുന്നത് 120 കിലോമീറ്റർ സ്പീഡ് ഓടിക്കുന്ന ആ ഒരു ഹൈവേയിലാണ്. ഐ എം എബൌട്ട് ടു ടച്ച് 120. ഓക്കെ, 120 ഓടിക്കുമ്പോൾ ലോറി പോകുമ്പോൾ പണ്ട് നാനോയിൽ നമ്മൾ ട്രിപ്പ് പോയിരുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ, അത് കാറ്റ് പിടിച്ചെന്ന് കൊലയുന്ന ആ ഒരു സംഭവമുണ്ട്. അത് ടോൾ ബോയ് ആയതിൻ്റെ ആ ഒരു, അല്ലെങ്കിൽ ടോൾ ബോയ് എന്ന് പറയുമ്പോൾ ബോയ് അല്ല, ഇത് മെന്നാണ്, SUV ആണ്. ഓക്കെ, ടോൾ മെൻ ആയതുകൊണ്ടുള്ള ആ ഒരു പ്രശ്നമായിരിക്കും. ആ ഒരു കാര്യം ഒരു ഇത്തിരി കാര്യമായിട്ട് തോന്നി. പിന്നെ NVH ലെവൽസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 100+ ആ ഒരു സ്പീഡൊക്കെ പോകുമ്പോൾ നമുക്ക് ശരിക്കും റോഡ് നോയ്സ് കാര്യമായിട്ട് അകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ്റെ നോട്ട് എന്ന് പറയുന്നത് RPM നല്ല ചവിട്ടി വിട്ടാൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ടർബോ പെട്രോൾ എഞ്ചിൻ്റെ അതേ സ്വഭാവം തന്നെയാണ്. ലോ എൻഡ് വലിയ കുഴപ്പമില്ല, മിഡ് റേഞ്ച് ഓക്കെയാണ്. ടോപ്പ് എൻഡിലേക്ക് എത്തുമ്പോൾ വണ്ടിക്ക് ആ ഒരു ഫെയ്ഡ് ആവുന്നുണ്ട് പവർ. ഇത് 173 ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ലോ എൻഡ് വലിയ സീനൊന്നുമില്ല. ഈ ഒരു വെയിറ്റിന് ഈ ഒരു വണ്ടിക്കും പറ്റിയ ലോ എൻഡ് ആണ്. പക്ഷേ ആകെയുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് ടോപ്പ് എൻഡിലേക്ക് വണ്ടി ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ഫെയ്ഡ് ചെയ്യുന്നൊരു ഫീലുണ്ട് ആ ഒരു പവറിന്. അത് എല്ലാ ടർബോ പെട്രോളും ഉള്ളതെന്ന് തോന്നുന്നു. 1 ലിറ്റർ അതിൻ്റെ പ്രശ്നമാണ്. 1.2 അല്ലെങ്കിൽ 1.5 ആയിരുന്നെങ്കിൽ ഇതായിരിക്കില്ല അവസ്ഥ. ഇപ്പോൾ കാരൻസിന് അല്ലെങ്കിൽ സെൽറ്റോസിന് അല്ലെങ്കിൽ ഞങ്ങളുടെ വണ്ടിക്ക് വന്ന പോലെ എനിക്ക് തോന്നുന്നത് ഒരു പുതിയ എഞ്ചിൻ 1.5 ലിറ്റർ എഞ്ചിൻ അടുത്ത ഒരു ജനറേഷനായിട്ട് വരുമ്പോഴേക്കും, അടുത്ത ഒരു ഫേസ് ലിഫ്റ്റായിട്ട് വരുമ്പോഴേക്കും കിട്ടും തോന്നുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വണ്ടിയുടെ ആ ഒരു ഡ്രൈവബിലിറ്റി തീർത്തും മെച്ചപ്പെടും. ഇത് ഡ്രൈവബിലിറ്റി മെച്ചപ്പെടും എന്ന് പറയുമ്പോൾ മെച്ചമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ബ്ലൈൻഡ് സ്പോട്ട് ആ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. പിന്നെ ലോറിയുടെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോഴുണ്ട് ആ പ്രശ്നം, ആ ഒരു പവറിൻ്റെ ആ ഒരു ലാഗ് വരുന്ന പോലെ ഫീൽ ഉണ്ട്. ഓക്കെ, അതെല്ലാ വണ്ടിക്കുള്ളതാണ്. നമുക്ക് ഇതിൻ്റെ ഉയരം കൂടുതലാണ് കുറച്ചുകൂടി ഫീൽ ചെയ്യണു. പക്ഷേ മൊത്തത്തിൽ ഒരു പാക്കേജ് എന്ന നിലയ്ക്ക് ഇത് നല്ല കാറാണ്, ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണെന്ന് പറയാം. അതായത് സോണറ്റ് വാങ്ങാൻ ആളുകൾ മടിക്കും ചിലപ്പോൾ, സെൽറ്റോസും. അപ്പോൾ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതിലേക്ക് നന്ദി. 120 മോനെ, 120. നമസ്കാരം.